Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസം. ഓക്കെ, അപ്പോൾ ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. Okay, then come let's learn together. Let's begin the class. എന്താണ് പ്രൈസ് മെക്കാനിസം? പ്രൈസ് മെക്കാനിസം ഈസ് ഓൾസോ നോൺ ആസ് മാർക്കറ്റ് മെക്കാനിസം. പ്രൈസ് മെക്കാനിസത്തിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു ഇക്വിലിബ്രിയം ഇൻ മൈക്രോ എക്കണോമിക്സ്. മാർക്കറ്റ് ഇക്വിലിബ്രിയം. എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റിൽ വെച്ചിട്ട് ആ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടാവും അല്ലേ, അവിടെ വെച്ചിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യുക. അതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആ മാർക്കറ്റ് ഇക്വിലിബ്രിയം തന്നെയാണ് പ്രൈസ് മെക്കാനിസത്തിലും നമ്മൾ പറയുന്നത്. അതായത് മാർക്കറ്റിൽ ഫ്രീ മാർക്കറ്റ് എക്കോണമി, ഫ്രീ മാർക്കറ്റിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രൈസ് മെക്കാനിസം. അപ്പം പ്രൈസ് മെക്കാനിസം എന്ന് ഉദ്ദേശിക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ഗുഡ്സിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുകയാണ് മാർക്കറ്റിൽ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രൈസ് മെക്കാനിസം എന്ന് പറയുക. വളരെ സിമ്പിളാണ് അല്ലേ? അപ്പോൾ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക് ടൂൾ ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ദ ഇൻ്റർപ്ലേ ബിറ്റ്വീൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇൻ എ ഫ്രീ മാർക്കറ്റ് അല്ലേ. ഡിമാൻഡും സപ്ലൈയും ഫ്രീ മാർക്കറ്റിൽ എന്ത് ചെയ്യാണ്? പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു എക്കണോമിക് ടൂളാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാർക്കറ്റ് ഫോഴ്സസ്, മാർക്കറ്റ് മെക്കാനിസം, ഇൻവിസിബിൾ ഹാൻഡ് അല്ലേ. നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസിനെയാണ് നമ്മൾ ഈ അദൃശ്യ കരങ്ങൾ, ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയും. അതേപോലെ തന്നെ മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയും, മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയും. വേറൊന്നും കൊണ്ടല്ല, അവിടെ മാർക്കറ്റിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഡിമാൻഡും സപ്ലൈയും ആണ്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡിമാൻഡും സപ്ലൈയും ആണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രൈസ് മെക്കാനിസം ഓർ മാർക്കറ്റ് മെക്കാനിസം. വളരെ സിമ്പിളാണ് അല്ലേ. സോ ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ എ മാർക്കറ്റ് പ്രൈസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. എപ്പോൾ മാത്രമേ ഒരു മാർക്കറ്റ് പ്രൈസ് എസ്റ്റാബ്ലിഷ് ആവുന്നുള്ളൂ? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന സമയത്ത് അല്ലേ. അപ്പോൾ ആ മെക്കാനിസം അത് തന്നെയാണ് മാർക്കറ്റ് മെക്കാനിസം അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത് അല്ലേ. അപ്പം പ്രൈസ് മെക്കാനിസം ഓർ മാർക്കറ്റ് മെക്കാനിസം ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയം which states that when demand and supply are equal a market price is established. എപ്പോഴാണോ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്നത് അപ്പോൾ ഒരു മാർക്കറ്റ് പ്രൈസ് അവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നു. സോ ഇനി ഡിസിക്വിലിബ്രിയം ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഇംബാലൻസ് ആയിരിക്കും. ഇപ്പോൾ നോക്കൂ, ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് ഹയർ ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ സപ്ലൈ കൂടുതലായിരിക്കുന്ന സമയത്ത് ഡിമാൻഡ് കുറവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രൈസ് കുറവ്, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് വരും. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന സിറ്റുവേഷനിൽ, എക്സസ് സപ്ലൈയോ എക്സസ് ഡിമാൻഡോ ഒന്നുമില്ലാത്ത സിറ്റുവേഷനിൽ രണ്ടും ഈക്വൽ ആവുന്ന സമയത്ത് ഫിക്സ് ചെയ്യുന്ന പ്രൈസ് അതായിരിക്കും എന്താ പറയുക, ബയർക്കും സെല്ലർക്കും അല്ലേ എന്താ പറയുക, ഫേവറബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ആ ഒരു മെക്കാനിസത്തെയാണ് നമ്മൾ മാർക്കറ്റ് മെക്കാനിസം അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം എന്ന് പറയുക. ശരിയല്ലേ? നമുക്കറിയാം ഡിമാൻഡ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? പ്രൈസ് കൂടും അല്ലേ. ഡിമാൻഡ് കൂടിയാൽ പ്രൈസ് കൂടും. ഓക്കെ, പ്രൈസും ഡിമാൻഡും ഇൻവേഴ്സ് റിലേഷനാണ്. പക്ഷേ ഫസ്റ്റ് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ അല്ലേ, ആവശ്യങ്ങൾ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ആ സാധനത്തിന് ഒരുപാട് ആവശ്യക്കാരുണ്ടെങ്കിൽ പ്രൈസ് കൂടും അല്ലേ. തിരിച്ചിങ്ങനെയാണ് കേട്ടോ വരിക. അതേപോലെ തന്നെ സപ്ലൈ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ വില കുറയും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും അല്ല. ഒത്തിരി സപ്ലൈ ഉണ്ടെങ്കിൽ വില കുറയും, ആവശ്യക്കാരുണ്ടാവില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് ഈ ഏത് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റിലുള്ള പ്രൈസ്. ഓക്കെ, ഇനി മെയിൻ ഫങ്ഷൻസ് ഓഫ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത് റിസോഴ്സ് അലോക്കേഷൻ, സിഗ്നലിംഗ് ചേഞ്ചസ് ഇൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, പ്രൊവൈഡിങ് ഇൻസെൻറ്റീവ്സ് ടു പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് അല്ലേ. അപ്പം ഈ പ്രൈസ് മെക്കാനിസത്തിൻ്റെ മെയിൻ എന്താ പറയുക ഫങ്ഷൻസ് എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ ആകുമ്പം റിസോഴ്സസ് നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും, സപ്ലൈയും ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്ന സിഗ്നലിംഗ് അല്ലെ നമുക്ക് എല്ലാം നമുക്ക് അറിയാൻ കഴിയും. പിന്നെ പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനൊക്കെ ഇൻസെൻറ്റീവ് ഉണ്ടാവും. അതായത് ഈ ഒരു പ്രൈസ് ആവുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനും ഫേവറബിൾ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. Okay, so price mechanism is an important feature of the capitalist economy. Capitalist economy യുടെ important feature ആണ് അല്ലേ.
then that is also called നമുക്കറിയാം മാർക്കറ്റ് എക്കോണമി അല്ലേ, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ് നമ്മൾ മാർക്കറ്റ് എക്കോണമി എന്ന് പറയുക. ഇവിടെ നമ്മൾ എന്താ ചെയ്യണത്, പ്രൈസസ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ ഫ്രീ ഇൻറ്ററാക്ഷൻ ഓഫ് ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലേ. പ്രൈസ് അവിടെ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് എന്താണ്, free interaction of the forces of demand and supply ആണ്. So it is an automatic self-regulating mechanism which runs with the motive of profit. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഓട്ടോമാറ്റിക് സെൽഫ് റെഗുലേറ്റിംഗ് മെക്കാനിസം ആണ്, സെൽഫ് റെഗുലേറ്റിംഗ് ആണ്, ആരുടെയും ഇൻ്റർവെൻഷൻ അവിടെ ഇല്ല. കറക്റ്റ് അല്ലേ. ഫോഴ്സസ് അതായത് അദൃശ്യകരങ്ങൾ, നമ്മൾ ഇൻവിസിബിൾ ഹാൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് മാത്രമാണ് അവിടെ സ്വാധീനമുള്ളത്. കറക്റ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ സെൽഫ് റെഗുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. ദെൻ വിച്ച് റൺസ് വിത്ത് ദ മോട്ടീവ് ഓഫ് പ്രോഫിറ്റ്. എന്താണ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്താണ് പ്രൈസ് മെക്കാനിസം, അതല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക, അതേപോലെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. അതേപോലെ വേറെ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.